തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ഈ സിനിമ മേഖലയോട് എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നതിലേക്കാണ് വാർത്ത വരുന്നതെന്ന് പറയുന്നു. ഇപ്പൊ ഇരയും വേട്ടക്കാരും ഈ മൊഴി കൊടുത്തവരുമുണ്ട്, ഏതൊരു അഭിപ്രായമുള്ളവരുമുണ്ട്. ഈ വേട്ടക്കാരുടെ പേര് പുറത്തു വിടണമെന്ന് അമ്മയ്ക്ക് എന്തുകൊണ്ട് ആവശ്യപ്പെടില്ല? കോടതിയെ സമീപിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും മാറ്റി നിർത്തല്ലോ. ഇപ്പൊ സിദ്ദിഖൊക്കെ ഭയം, ഇവരെ ഭയമല്ല പറഞ്ഞത്, നമ്മളുണ്ടോ ഭയപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ നമുക്ക് കോടതിയെ സമീപിക്കാമല്ലോ. ഈ വേട്ടക്കാരുടെ പേര് പുറത്തുവിടാൻ വേണ്ടി അമ്മയ്ക്ക് നേരിട്ട് പോകാമല്ലേ? സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിച്ചിട്ട്. അത് ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ ഇമ്മീഡിയറ്റ് കൂടുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് കോടതിയിലാണ് മൂവ് ചെയ്യേണ്ടത്, കോടതിയിൽ മൂവ് ചെയ്യണം. നിയമപരമായ സഹായങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ ചെയ്യണം. തീർച്ചയായിട്ടും അത് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആലോചിച്ചതിന് ശേഷം അതിനൊരു തീരുമാനം എടുക്കുന്നത്. ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിന്നിട്ടില്ല, ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിൽക്കില്ല. കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്ന് ശിക്ഷിക്കണമെന്ന് തന്നെയാണ് ഒരു അത് അമ്മ എന്ന് മാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും നിൽക്കുമോ കുറ്റവാളികൾക്കൊപ്പം നമ്മൾ നിൽക്കുന്നത്? സംഘടന പിന്തുണ ഒരിക്കലും ഉണ്ടാവില്ല. സംഘടന അവരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടാവില്ല. ഈ റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട വേറെ ആരുമല്ല, സിനിമയിൽ അഭിനയിച്ച നടിമാർ നേരിട്ട് പരാതി പറഞ്ഞു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. എന്നിട്ട് പോലും ഇത്ര അലസമായിട്ട് എങ്ങനെ മറുപടി പറയാൻ പറ്റുന്നത്? അലസമായിട്ട് ഞാൻ എന്ത് മറുപടി ഉള്ളൂ? അലസമായിട്ട് തന്നെ പറഞ്ഞു. നടിമാരാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. നടിമാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അംഗങ്ങളാണ്. ഞങ്ങൾ പറഞ്ഞ പരാതിക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് ഏതറ്റം വരെയും അതിൽ ആ പരാതിയുടെ പരിഹാരം കാണാൻ വേണ്ടി പോകും. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ചിലരെ വിളിച്ചിട്ടുണ്ട്. അവർ നോട്ടിഫിക്കേഷൻ കൊടുത്തിരുന്നാണ് പറഞ്ഞത്. പലരും വോളണ്ടറി ആയിട്ട് പോയിട്ട് അവരുടെ കമ്മിറ്റി മുമ്പാകെ പരാതികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്ന് ഇപ്പം എന്നെ വിളിച്ചിട്ടില്ല. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ എന്നിവർ തുടങ്ങിയവരും 2-3 പ്രാവശ്യം ഹാജരായിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരോട് ഓരോ കാര്യങ്ങൾ അതും ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം എന്നെ ഒന്നും വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലുള്ള പല വനിതാ മെമ്പർമാരോടും ചോദിക്കുമ്പോൾ ഇവരെ ആരും കമ്മിറ്റി വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള പരാതികൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല.